ശ്രീ മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. പറയുന്നത് ആഴ്ചഫലമാണ്. മേടക്കൂറിലുള്ള അശ്വതി, ഭരണി, കാർത്തിക എന്നിവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി പഠിക്കുന്നവർക്ക് വലിയ മാർക്ക്, റാങ്ക് കിട്ടുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു പോകാൻ കഴിയും. ജോലിയുള്ളവർക്ക് വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. വിവാഹം, പ്രണയത്തിലുള്ളവർക്കും അത് സായുജ്യമടയാൻ കഴിയും. മേടക്കൂറുകാർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ പലതും മാറിയിരിക്കുകയാണ്. ശ്രീമുരുകനെ കുമാരസൂക്തം ചെയ്യുക. ശേഷിക്കുന്ന തടസ്സങ്ങൾ കൂടി ആ സൈന്യാധിപൻ മാറ്റിത്തരും. നല്ല വാക്കും നല്ല പ്രവൃത്തിയും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. വിവാഹം നടത്താനോ നടത്തിക്കുവാനോ കഴിഞ്ഞിരിക്കും. പ്രണയ സാഫല്യമുണ്ട്. ഇതാണ് മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തികയ്ക്കുള്ളത്. ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിര. ഓപ്പറേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അത് ചെയ്യുന്നതാണ് നല്ലത്. ഇത്രയും മിടുക്കരായ സ്നേഹിതർ ഉണ്ടാകും. അവരെ കൊണ്ട് സഹായ സഹകരണങ്ങൾ ഇങ്ങോട്ടുണ്ടാകും, അങ്ങോട്ടും ഉണ്ടാകും. ഇവർ ഇടവക്കൂറിലുള്ള കാർത്തിക, രോഹിണി, മകയിരങ്ങൾ നന്ദിയുള്ളവരാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. മെഡിക്കൽ മേഖലയിലാണെങ്കിൽ വൻകിട ശോഭ ആയിരിക്കും. മിഥുന, മകയിരം, തിരുവാതിര, പുണർദം ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ചില കെട്ടിട നിർമ്മാണം അത് ചിലപ്പോൾ പെൻഡിങ്ങിലാകാം. എന്നാലും പിന്മാറരുത്. തിരുവാതിരയ്ക്ക് ധാരാളം തടസ്സങ്ങളുണ്ട്. പ്രത്യേകിച്ച് എഴുത്തുകാർ, പ്രാസംഗികർ, കലാകാരന്മാർ മുതലായവർക്ക്. പുണർദം സൗന്ദര്യ ആരാധകരും സൗന്ദര്യം പാലിക്കുന്നവരുമാണ്. ആരോഗ്യം, സൗന്ദര്യം എന്നിവ അവർ യോജിപ്പിച്ചു പോകും. ഇതിനക്കൂറിലെ മകയിരം മെഡിക്കൽ വിഭാഗത്തിൽ എത്തിച്ചേരാനാണ് സാധ്യത. ആ മോഹം കളയരുത്. പരിശ്രമിക്കുക, ജയിക്കും. ഇത് കർക്കടക്കൂറാണ്. പുണർദം, നാലാം പാദം, പൂയം, ആയില്യം ഇവരാണ് ഭാഗ്യത്തിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുകയാണ്. അവർക്ക് ഏത് തരത്തിലും ശാസ്താവിൻ്റെ ഗുണഗണങ്ങൾ, സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ശാസ്താവിനെ കാണുക, എള്ളുപായസം ചെയ്യുക. നിങ്ങൾക്ക് ഗുണമേന്മ ഉണ്ടാകും. തടസ്സങ്ങൾ മാറും. കർക്കിടക്കൂറിലുള്ള പുണർദം, പൂയം, ആയില്യം, കർക്കിടക. ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം ഇത്തരക്കാർക്ക് ഈ 3 പേർക്കും ആത്മധൈര്യം, കുടുംബത്തിൽ നിന്നും ഷെയർ കിട്ടുക എന്നിവ ഉണ്ടാകും. ഇവളാണോ ഇങ്ങനെ പെരുമാറുന്നത്, ഇവനാണോ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കും വിധം ഉറക്കമായിരുന്നവർ ഉണർന്ന് എണ്ണീറ്റ് പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഈ മകം, പൂരം, ഉത്രംകാർക്ക് കിട്ടുന്നതാണ്. മഹാദേവനെ ഭസ്മാഭിഷേകം ചെയ്യുക, വളരെ നന്നായിരിക്കും. കന്നിക്കൂർ, ഉത്രം 3/4 ഭാഗം, അത്തം, ചിത്തിര ആദ്യ 2 ഭാഗം. ഇത്രയുമാണ് കന്നിക്കൂർ. എല്ലാ രീതിയിലും പുരോഗതിയാണ്. പ്രത്യേകിച്ച് ശുക്രൻ്റെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ കഴിയും. ഇതിന് 11-ലെ വ്യാഴം വെച്ചക്കൊടിയാണ്. ആരോഗ്യം മെച്ചപ്പെടും. മറ്റുള്ളവരെ സഹായിക്കും. നേതൃസ്ഥാനത്ത് എത്താൻ കഴിയും. തുലാക്കൂറാണ്. തുലാക്കൂറിലെ 3-4 പാദം, ചിത്തിര, ചോതി, വിശാഖം. എന്തു തന്നെയായാലും ലോട്ടറി ഭാഗ്യം വരെ പറയാവുന്ന കാലമാണ്. തുലാക്കൂറിൻ്റെ 6-ാം ഭാവത്തിലാണ് ശനിദേവൻ നിൽക്കുന്നത്. ശനിദേവൻ വക്രത്തിലായാലും അല്ലെങ്കിലും 6-ാം ഭാവത്തിലെ ശനിദേവൻ നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്ന പല ആനുകൂല്യങ്ങളും ലഭിക്കും. വേണ്ടെന്ന് വെച്ചിരുന്ന വിവാഹബന്ധം നടക്കും. അച്ഛനമ്മമാർ അവരുടെ നിങ്ങൾക്ക് അനുകൂലമായ ഷെയറുകൾ തരും. നിങ്ങൾ അതിനു പുറമെ ഭവന നിർമ്മാണം തുടങ്ങും. ഭാഗ്യമാണ് ഈ കാലയളവിൽ, ഈ ആഴ്ച. വൃശ്ചികം, വിശാഖം 4-ാം പാദം, അനിഴം, കേട്ട. മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കും. എന്നാലും അപകടകരമായ കാര്യമല്ല. ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയും. കുടിശ്ശിക എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ കിട്ടും. കുടിശ്ശിക കിട്ടുന്നതിന് പുറമെ നിങ്ങൾ കൊടുത്തിരുന്ന ധനം പലതവണ ചോദിച്ചു കിട്ടുന്നില്ല. അത് വേണ്ടെന്ന് വെച്ചിരുന്ന പണം നിങ്ങൾക്ക് വിളിച്ചു തരുന്നതാണ്. സ്വർണം മുതലായ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ വാങ്ങാൻ കഴിയും.